എല്ലാ ദിവസത്തെയും പോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർ ഇന്നും കൃത്യസമയമായപ്പോൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ടോപ്പ് സിംഗറിലെ പാട്ടുകൾ കേൾക്കാനും ഇവിടുത്തെ കുട്ടി പാട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ടും നമ്മളിതേ സമയമൊന്നും തെറ്റിക്കാതെ തക്ക സമയത്ത് കൃത്യസമയത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. പാട്ടുകൾ കേൾക്കുന്നതിന് മുന്നേ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുന്നേ നമ്മുടെ കുട്ടി പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യണം. സോ ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, ആര്യ ചേച്ചി ആൻഡ് മധു അങ്കിൾ. വെൽക്കം. സുന്ദരിയാണോ ആര്യ ചേച്ചി? വളരെ തുടങ്ങിയിട്ട് ഞാൻ ആദ്യം അത് കണ്ടപ്പോ കളിപ്പാട്ടാന്ന് ഓർത്തെ, പക്ഷെ എല്ലാം ഒറിജിനൽ സാധന. മധുക്കളിന് തന്നായിരുന്നു അത്? ബൈനോക്കുലർ ഇല്ല, തന്നില്ല. എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു ഇവിടെ. ചേട്ടാ വേണോ? നോക്കട്ടെ. അത് ആര്യ ചേച്ചി ഇവിടെ ലിറ്റിൽ ഏഞ്ചൽസ് വരുമ്പോ അവരെ കാണുന്നില്ല ആര്യ ചേച്ചിക്ക്. ഞെട്ടിക്കഴിഞ്ഞുള്ളൊക്കെ ഇത്ര സുന്ദരിയായിരുന്നു മിനുട്ടി. ഇനി അത് വെച്ച് നോക്കിയാൽ മതി. താങ്ക് യു സോ മച്ച്. ഈ ഉപകാരം മധു, ഇപ്പൊ പുതിയൊരു ഇമ്പാക്ട് ഉണ്ട്. മീനുകുട്ടനെ ഇപ്പൊ കാണുമ്പോഴത്തേക്കും സൗന്ദര്യം കുറച്ച് കൂടി വരുന്നുണ്ട്. ആ മംഗോളിയൻ ചായ കുറച്ച് കുറഞ്ഞു വരുന്നില്ലേ? ശരിയാ. ഞാൻ പറയാറുണ്ട് സൗന്ദര്യം കൂടി വരുമെന്ന് ഞാൻ പറയാറുണ്ട്. അത് ഞാൻ കളിയാക്കുന്നെന്ന് വിചാരിക്കുന്നേ, പക്ഷെ ഞാൻ പറഞ്ഞതോ അല്ല, മധുങ്ങൾ സീരിയസ്. ഒരു പാട്ട് കേട്ടാലോ? ഈ മൂടൊക്കെ മാറി ഒന്ന് സമാധാനായി നല്ല കുഞ്ഞുങ്ങളായിട്ടിരിക്കാൻ വേണ്ടിട്ട് ഒരു പാട്ടുമായിട്ട് ഇവിടെ നിന്നൊന്നുമല്ല, നമ്മൾ സൗദിന്ന് ഒരാളെ വിളിക്കാൻ പോവാണ്. ഗൗരിക്കുട്ടി അല്ലേ? നന്ദകുട്ടി. ഗൗരി നന്ദക്കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ഗൗരി നന്ദ ഓൺ സ്റ്റേജ്. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നിങ്ങളെ മൂന്നുപേരെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആണോ? എനിക്ക് കൊള്ളില്ലായിരുന്നു. ഇന്നെന്തോ സ്പെഷ്യൽ എന്തോ ഒരു പ്രത്യേകത. ആ ഉടുപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, അല്ലേ? അതെ. ഈ പ്രത്യേകതകളോടെ ഒക്കെ കൂടി ഏത് പാട്ടാ പാടാൻ പോകുന്നത്? കാമിനി മുല്ലകൾ. കാമിനി. ആ പാട്ട് അല്ലേ? ഉഗ്രം പാട്ടാണല്ലോ അത്, അല്ലേ? നമ്മുടെ ജോൺസൺ ചേട്ടന്റെ മ്യൂസിക്കില് അല്ലേ? KJ കുമാർ സാറിന്റെ ലിറിക്സ്. ചിത്ര ചെയ്ത് പാവക്കൊത്ത് സിനിമ അല്ലേ? 90-ലെ പാട്ട് കറക്റ്റ് അല്ലേ? ഈ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് അല്ലേ? സന്തോഷമായില്ലടാ? ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ തുടങ്ങിയാലോ ഐശ്വര്യായിട്ട്? എല്ലാം നല്ല പ്രത്യേകതയായിട്ടിരിക്കുകയല്ലേ? ആ പാട്ടിൽ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് വേറെ കാര്യം ചെയ്യട്ടെ. ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഇതിലുള്ള മറ്റു പാട്ടുകൾ ഏതാ? പാവക്കൂത്ത്, ബാവുസ്വാമി, ബാവുസ്വാമി എനിക്ക് പറഞ്ഞു ഒരു തീയലയിൽ അത് MJ പാടിയത്. പിന്നെ സാരംഗി മാറിൽ അണിയും ഏത് അപൂർവ രാഗമോ, ഉഗ്രം പാട്ടാ അത്. സൂപ്പർ. ഉണ്ണിച്ചേട്ടൻ പാടിയത്. ഉണ്ണിച്ചേട്ടനെ എവിടെ മിസ് ചെയ്യുന്നുണ്ടേ? ഉണ്ണിയേട്ടാ മിസ്സിങ് യു. യെസ്. അപ്പൊ നന്നായിട്ട് പാടുക. ബാവുസ്വാമി, നമുക്ക് തുടങ്ങാം. എന്റെ ക്ഷേത്രത്തിൽ നല്ല ദിവസങ്ങളായിരുന്നു. അതെ, എന്നാ തുടങ്ങിയാലോ? Yes. All the best. All the best. All the best. കാമിനി മുല്ലകൾ കാതോർത്തു നിന്നു, പാതിര സൗരഭം കൈനീട്ടവേ, തിന്നൽ കാത്തു നിൽക്കവേ, നീലപ്പാ
നൈസ് മോളെ. Beautiful ആ. വെരി നൈസ്. ആ ഫസ്റ്റ് ഇന്റർലൂഡിലത്തെ ഫ്ലൂട്ട് ഉണ്ടായിരുന്നില്ലേ, ആ പോർഷൻ ഒന്ന് വായിച്ചു തരാവോ? ആഹാ, ഏ ബ്യൂട്ടിഫുൾ. ടോപ്പ് ബാൻഡ്. ഗൗരി നന്ദക്കുട്ടി സുഖമായിരിക്കുന്നോ? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി കേട്ടോ ഇന്ന്. താങ്ക് യു. നല്ല പ്രോഗ്രസ് ഉണ്ട്. ആ എസ്പെഷ്യലി ആ അനുപല്ലവി ചരണമൊക്കെ എത്തിയപ്പോഴത്തേക്ക് ആ ഫസ്റ്റ് ലൈനിലത്തെ ആ സട്ടിലായിട്ട് നല്ല ഭംഗിയിൽ കുറച്ച് സാധനങ്ങൾ വന്നു. ഒന്നുകൂടെ പാടിത്തരുമോ അത്? ആ ഇതിനേക്കാളും ഭംഗിയായിട്ട് ടേക്കിൽ വന്നായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നല്ല നല്ല സട്ടിലാണ്, നല്ല രസമായിട്ട് അത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൗരിക്കുട്ടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗവും അതാണ്. ഉനക്കും ആയിരിക്കും. മൊത്തത്തിൽ പക്ഷെ എനിക്ക് തോന്നി കുറച്ചും കൂടി ഒരു സ്ട്രെങ്ത് ആവായിരുന്നു എന്ന് തോന്നി എവിടേക്കോ മുഴുവനായിട്ട്. അതായത് ഗൗരിയുടെ വോയിസ് അങ്ങനെയാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വോയിസാ. ഒരു ജോഷ് അല്ലേ, ജോഷ്. അതെ അതെ അത് തന്നെ. അപ്പൊ അത് കുറച്ചും കൂടെ വന്നിരുന്നെങ്കിൽ ഒന്നും കൂടെ ഒരു ഗ്രിപ്പ് കിട്ടാൻ നല്ലതായിരിക്കും ആ പാട്ടിന്. ഒരു ഹോൾഡ്, മനസ്സിലായി ഞാൻ പറഞ്ഞത്? ആ അക്ഷരങ്ങൾ പറയുമ്പോഴൊരു ഗ്രിപ്പ് വരാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ആ ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരിക്കുന്നു. ഓവറോൾ എനിക്ക് തോന്നി ഗൗരിക്കുട്ടിയുടെ പാട്ട് കേട്ടിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് പറഞ്ഞ പോലെ കുറെ എക്സസൈസസ് ചെയ്യാം നമുക്ക്. ത്രോട്ടിന്റെ സ്ട്രെങ്ത് കുറച്ചും കൂടെ ബിൽഡ് ചെയ്യുന്ന രീതിയിൽ എക്സസൈസസ് ചെയ്യാം. ഓൾസോ എനിക്കൊരു ഡൗട്ട് വന്നത്, പിച്ച് കുറച്ചും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഒരു സംഭവം എൻ്റെ തലയിൽ ഇങ്ങനെ പോയി. ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു 1 ഒന്ന് കൂട്ടി കാതോർത്തു നിന്നു പാതിര സൗരഭം കൈനീട്ടവേ തിന്നൽ കാത്തു നിൽക്കവേ നീലപ്പാടുമാ. സൗണ്ടിങ് ബെറ്റർ. അനുപല്ലവി. കവിളാകെ വീർപ്പു നീരണിഞ്ഞ രാത്രി മലരേ മൊഴി തേടുമാർദ്രമോന മലരേ കവിളാകെ വീർപ്പു നീ. മധുഗാനശകലം നയനങ്ങളണിയുന്നു ഹിമതാരകിരണം ഈ സമുദ്രമാ. ആഹാ, മച്ച് ബെറ്റർ ഗൗരിക്കുട്ടി, മച്ച് ബെറ്റർ. ഈ പിച്ച് കംഫർട്ടബിൾ ആണെങ്കിൽ ഒറിജിനൽ പിച്ച് ആണോ പാടിയേ? അപ്പൊ മോൾക്ക് കുറച്ചും കൂടി ഹൈ പിച്ചിൽ പാടുമ്പോ കംഫർട്ടബിൾ ആണെങ്കിൽ അത് എടുത്തോ, കുഴപ്പമില്ല. കുറച്ചും കൂടെ ബെറ്റർ. ഇപ്പോഴാണ് ആ ഒരു ഗ്രിപ്പ് കിട്ടിയത്. നേരത്തെ പറഞ്ഞത്, നേരത്തെ പാടിയേക്കാളും പ്രസൻസ് കൂടി. എക്സാക്ട്ലി, പ്രസൻസ് കൂടി. ഗൗരിക്കുട്ടിയുടെ ആയിട്ടുള്ള ശബ്ദം ഇപ്പോഴാണ് ശരിക്കും പുറത്തേക്ക് വന്നത്. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം പിച്ചൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടെ കെയർഫുൾ ആയിട്ട് പാട്ടൊക്കെ നന്നായി പഠിച്ച് പാടി നോക്കിയിട്ട് എടുത്തു. ഒറിജിനലിൽ തന്നെ പാടണമെന്ന് ഇല്ല, കംഫർട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും നന്നായി പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എടുത്താൽ മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ബേബി. താങ്ക് യു ഗൗരി നന്ദ. എന്തോ നന്ദക്കുട്ടി. നന്ദക്കുട്ടി. അപ്പൊ എനിക്ക് ഇന്ന് പാടിയത് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഇന്ന് എനിക്കത് പ്രകടമായി. നന്നായിട്ട് തെളിഞ്ഞ് കണ്ടു. ഞാൻ വിചാരിക്കുകയായിരുന്നു വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്ന ആളാണ്, കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യണം, കാരണം മറ്റുള്ളവരുടെ ഒപ്പം എത്തണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ഇന്നിപ്പോ അത് വളരെ സന്തോഷമുണ്ട്. നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഇന്ന് എനിക്ക് കാണാൻ സാധിച്ചു, കേൾക്കാൻ സാധിച്ചു പാട്ടില്. ഇപ്പൊ പിച്ച് കൂട്ടിയിരുന്നെങ്കിൽ ഞാൻ നോക്കുമ്പോ ഇവിടെ കുറെ കുറിക്കുണ്ടായിരുന്നു നമ്മുടെ ആര്യദയാൽ. ആര്യ നോക്കുമ്പോ പേപ്പറിൽ എപ്പോ നോക്കിയാലും മാർക്ക് ചെയ്തോണ്ടിരിക്കണേ ഞാൻ ഗൗരിക്കുട്ടി പാടിക്കൊണ്ടിരിക്കുമ്പോ. ഞാനിങ്ങനെ ആലോചിക്കാം എന്ത് ഫാക്ടർ. അപ്പൊ കുട്ടഞ്ഞാട്ടം പറഞ്ഞു എന്നോട് തുടങ്ങിക്കോളാൻ പറഞ്ഞു. പറഞ്ഞില്ല, ആര്യ തുടങ്ങട്ടെ എന്ന് ഞാൻ പറഞ്ഞു. കാരണം കുറെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, അത് എന്ത് ചെയ്താലാണ് കൂടുതൽ ആ പാട്ടിനെ ഇംപ്രൂവ് ചെയ്യാന്നുള്ളത് ആലോചിക്കുന്നത്. അപ്പൊ ആദ്യം ഫസ്റ്റ് പല്ലവി കേൾക്കുമ്പോ ഓക്കെ ബ്രെത്ത് ആണോ,
ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഈ എഴുതി നോക്കുന്നത് കേട്ടോ. എല്ലാം കൂടെ അവസാനം ഞാൻ എത്തിപ്പെട്ട റിസൾട്ട് ആണ്. ഓക്കെ, പിച്ച് അപ്പ് ചെയ്യണോ, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ റിസർച്ചും കൂടി നടക്കുന്നുണ്ട് അതിന്റെ കൂടെ. മുന്നിൽ നിന്ന് നയിക്കുന്ന ക്യാപ്റ്റൻ അല്ലേ? അതെ. താങ്ക് യു ഗൈസ്. അപ്പൊ എനിക്ക് പാടിയത് ഇഷ്ടപ്പെട്ടു. അനുപല്ലവിയും ചരണവും എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. അതിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ ലിപ്പ് ക്ലോസ് ചെയ്ത് പാടുന്ന ഭാഗങ്ങളില്ലേ, ശകലം, കിരണം, അതിന് കുറച്ചും കൂടി ക്ലാരിറ്റി വേണമെന്ന് എനിക്ക് തോന്നി. അവിടെ അങ്ങനെ ഒരു വിബ്രാറ്റോട്ടുള്ള സംഭവമാണല്ലോ പാടുന്നത്. അതിന് കുറച്ചും കൂടി ഒരു തെളിച്ചം വേണം. അപ്പോൾ മൈക്ക് കുറച്ചും കൂടി ഒന്ന് മൂക്കിൻ്റെ അവിടേക്ക് കുറച്ച് ഭാഗത്തേക്ക് ഒന്ന് മൂവ് ചെയ്താൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കേൾക്കും. ഒന്ന് പാടിയ ഭാഗം ആത്മാവിലുണരുന്നു. ഉണരും അവിടെയും കുറച്ച് മൂവ് ചെയ്തു. യെസ്. അപ്പൊ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരുന്നു. കാരണം എനിക്ക് അവിടെ വോളിയം കുറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പം അവിടെ ക്ലാരിറ്റി കിട്ടുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ പൂനിലാവണയും പൂമഞ്ഞിലലിയും അതും നല്ല ക്ലോസ് ചെയ്യേണ്ടത്, ലിപ്പ് ക്ലോസ് ചെയ്തിട്ടല്ലേ അവിടെ സംഗതി വരുന്നത്. അപ്പൊ അവിടെ അങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ. ബാക്കിയൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത് ഇങ്ങനെ നല്ല ഇമ്പ്രൂവ്മെന്റോടുകൂടി മുമ്പോട്ടൊക്കെ പോട്ടെ. നന്നായിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, പ്രാക്ടീസ്. ഓൾ ദി ബെസ്റ്റ്. എനിക്കും ഇഷ്ടം, നല്ല ഇഷ്ടം. അതെ, ഈ പാട്ട് പാടാനായിട്ട് ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. ആ ട്രിക്കിന്റെ പേരാണ് ജിൻ ചിൻ ചിൻ. എങ്ങനെയാണ്? അതങ്ങനെ പറഞ്ഞ പോരാ. ജിൻ ചിൻ ചിൻ, ജിൻ ചിൻ ചിൻ, ജിൻ ചിൻ ചിൻ, ജിൻ ചിൻ ചിൻ. ഈ 1 2 3 എന്നുള്ളത് ഈ ട്യൂണിന്റെ സീക്രട്ട് ആണ്. ആ 1 2 3 ഇല്ലെങ്കിൽ ഈ ട്യൂൺ ഇല്ല. അതിനൊരു ആക്റ്റീവ് മോഡിലോട്ട് കൊണ്ടുവരുന്നത് എന്താണ്? അതാണ്. അതവിടെ കോഡ് വായിക്കുമ്പോഴത്തേക്കും അങ്ങനെ തന്നെ വായിച്ച് കാണിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ അങ്ങനെ തന്നെ പാടി പറ്റൂ. അതാണ്. അപ്പൊ അതിനെ ഡൈനമിക് ആയിട്ട് നമുക്ക് എങ്ങനെ കാണാന്നുള്ളതാ. അത് പോരട്ടെ. 1 2 3 4. അതിൽ കൈനീട്ടവേ കൈനീട്ടവേ തന്നെ അതില്ലേ ഇങ്ങനെ എറിയുന്ന പോലെ. കൈനീട്ടവേ കാത്തു നിൽക്കവേ നീലപ്പാടുമാ നിറതിങ്കൾ വിൺമേഘക്കാട്ടിൽ വിരിയവേ കാമിനി മുല്ലകൾ കാതോർത്തു നിന്നു. ഓക്കെ, അപ്പൊ മനസ്സിലായില്ലേ? ഇതാണ് the trick of ജിൻ ചിൻ ചിൻ. ഓക്കെ, ഈ പാട്ട് കേട്ടപ്പോഴാണ് ജോൺസൺ ചേട്ടൻ ഇതുപോലെ തന്നെ വേറൊരു പാട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ രാജസ്ഥാനും ചേട്ടൻ്റെ പടത്തില്, മേലെപ്പറമ്പിലാണ് വീട്ടില്. അതിലും ജിൻ ചിൻ ചിൻ ജിൻ ചിൻ ചിൻ ഉണ്ട്. കാവേരി കുളിരോളം നെയ്യാകെ പെയ്യുവാൻ ചെല്ലച്ചെന്തമിഴീണം മൂളും തെന്നൽ മാലയ കുളിർമഞ്ഞിൻ മാറ്റോലും തൂവലാ മഞ്ഞൾ തൂമണമെങ്ങും തൂകും നേരം നീ എന്റെ മാമുൾപ്പൂവിലെ മൃദുതളങ്ങൾ മധുകണങ്ങൾ അഴുകുമെന്നോ വെള്ളിത്തിങ്കൾ പൂങ്കിണ്ണം തുള്ളിത്തൂവും ഉള്ളിനുള്ളിൽ താലോലം താളം തേടും കാണാ പൂഞ്ചിപ്പിലേ തെങ്കാശിക്കുങ്കുമം എള്ളോളം നുള്ളി നോക്കവേ.
ആഹാ. അപ്പൊ ഇങ്ങനെയാണ് ഈ ജിൻ 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 ട്യൂൺസ്. ഭയങ്കര രസമാണ് അതിന്റെ ഒരു ജേണി എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ അനുപല്ലയിൽ പാടിയില്ലേ, ഉം. അങ്ങനെ പാടുന്നതിന് അതിന് ഒരു ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത് ട്രില്ലാണ്. ട്രിൽ എന്താണ്? ട്രിൽ. 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 അതാണ്. ഇപ്പൊ വയലിനിൽ നോട്ട്സ് വരുമ്പോഴത്തേക്കും പല സ്ഥലത്തും ഈ ട്രില്ല് നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മുടെ ബ്രദറിൻ്റെ അടുത്ത് പറയാം, ഞാൻ പറഞ്ഞില്ലേ വയലിനിൽ അത് കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് വയലിൻ എന്നുള്ള ഇൻസ്ട്രുമെന്റിൽ വരുമ്പോൾ. അതാണ്. അത് സ്പീഡ് കുറച്ച് എങ്ങനെയാണ്? ആ ഇതും അത് തന്നെയാണ്. അടുത്ത് സ്പീഡ് കൂട്ടിയാണെങ്കിൽ അതാണ്. ആഹാ. ഇത് ആ ഫീൽ നമുക്ക് കിട്ടണം, ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അത് നോക്കി ഒന്ന് കേട്ട് നന്നായിട്ട് ഒന്നുകൂടെ പഠിച്ചാൽ നന്നായിരിക്കും. ഇത്രയൊക്കെ ഉള്ളൂ, യുവർ ഓണർ. ബൗസമേ, എത്ര മാർക്ക്? നന്ദുകുട്ടി, എന്തോ ബാബുസ്വാമി പറയുന്നു മാർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 97 on 100 today. ഗൗരി നന്ദകുട്ടി, എന്തോ ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് അല്ലായിരുന്നു? എനിക്കും അതെയായിരുന്നു. മുന്നേ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടേ ഇല്ല, മുന്നേ ഇങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല കേട്ടോ. അതുകൊണ്ട് നമ്മളാരും ഒരിക്കലും മറക്കില്ല. ഓക്കെ, അപ്പൊ ഇനി വരുമ്പോ നമ്മൾ 97 അല്ല, മേപ്പോട്ട് കയറ്റി പിടിച്ചോണം. ഓൾ ദി ബെസ്റ്റ്, ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗ്ലുമ്മുമായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്, നമ്മുടെ എസ്തർ കുട്ടി. വെൽക്കം. ഹായ്. ഹലോ എസ്തർ കുട്ടി. എനിക്ക് പണ്ടുണ്ടായിരുന്നു ഇതുപോലൊരു പട്ടുപാവാട. ഇതുപോലെ ഒരു ബൊമ്മയും എനിക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ റാം വാക്ക് കഴിഞ്ഞ് ഇപ്പോഴും ഒരു റാം വാക്കിലാണല്ലോ വരുന്നത്. നടന്നു അതെ, വരുന്നത് നടന്നു. ആ ഒരു സ്റ്റൈലാണല്ലോ. താങ്ക് യു. ഭയങ്കര ഇന്ന് രസമുണ്ട് പക്ഷേ MJ അങ്കിൾ, ഇന്ന് പാട്ടിന് ശേഷം ഒരു സർപ്രൈസ് ഉണ്ട്. ശ്ശേ. ആ. ശ്ശെ, കൊള്ളാം. അപ്പൊ ഇന്ന് വേഗം പാട്ടൊക്കെ പാടി കമന്റ് പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം ഒരു സർപ്രൈസിന് ഓക്കെ വേണ്ടി. ഓക്കെ ഓക്കെ. റെട്രോ റൗണ്ട് അല്ലേ? ആ. ആ കുഞ്ഞിപ്പാവാട എന്ത് രസാ, അതെ അതെ അതെ. താങ്ക് യു. ഭയങ്കര ചുന്ദരിയാണല്ലോ. ഏത് പാട്ടാ? ലോകം മുഴുവൻ. ഓ, ലോകം മുഴുവൻ സുഖം പകരാനായി. ഉം. ഉഗ്രം പാട്ടാണല്ലോ അത്. താങ്ക് യു. ഡീറ്റെയിൽസ് പറയാമോ? സിനിമ വരിയല്ലേ ആലോചിക്കുന്ന പാട്ടിന്റെ? അതിൽ തന്നെ ഉണ്ട് സിനിമയുടെ പേര്. അതല്ലേ സിനിമയുടെ പേര്? ആ, പിന്നെ എന്തേ പറയാത്തു? മ്യൂസിക് ആ. പൂക്കഴി സർ. പുകഴേന്തി സാർ. ആ. ഓക്കെ. ലിറിക്സ്? ലിറിക്സ് പി ഭാസ്കരൻ സാർ. ഓക്കെ സിംഗർ ജാനകി അമ്മ. ഓക്കെ. വർഷം 1972. കറക്റ്റ്. യെസ്. വെരി നൈസ്. മിടുക്കി. താങ്ക് യു. നന്നായിട്ട് പാടണേ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് ഓൾ ദി യു. ബെസ്റ്റ്. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ
സൂപ്പർ കലക്കി മിടുക്കി കുട്ടി ക്ലുമ്മില്ല ഒന്നുമില്ലെന്ന്. എസ്തറുട്ടി എങ്ങനെയൊക്കെ പാടുന്നത്? ക്യൂമിങ്ങാരും പപ്പയും പഠിപ്പിച്ചത്. അങ്കിള് ഞെട്ടിപ്പോയി. അല്ലെങ്കിൽ എനിക്ക് ഒറ്റ കാണുമ്പോ ഗ്ലൂം വരുന്നു. ഇത് വന്നില്ലല്ലോ. ഇപ്പൊ പേടിയൊക്കെ പോയി, ഇപ്പൊ കൂളായിട്ടാ പറഞ്ഞേ. ഇനി ഗ്ലുമ്മൊന്നും വരില്ലാന്ന് എനിക്ക് തോന്നണേ. താങ്ക് യു. ആ ഒരു വരി കഴിഞ്ഞിട്ടാണ് ഗ്ലൂം വന്നല്ലേ? അപ്പൊ അത് വരിയുടെ ഇടയിൽ അറിഞ്ഞില്ല. അറിഞ്ഞില്ല. തന്നെ വരി കഴിഞ്ഞിട്ട് ഇങ്ങനെ രണ്ടവണ വിഴുങ്ങി, പക്ഷെ ഗ്ലുമ്മായിട്ട് വന്നില്ല. പക്ഷെ പാട്ടിനെ വിഴുങ്ങിയില്ല. എന്തൊരു മെച്യൂരിറ്റി വേണമെന്നറിയാമോ ഈ പാട്ട് പാടാനായിട്ട്? അതെ അതെ, ശരിക്ക് അങ്ങനെ നിർത്തി അതിന്റെ ഭാവ സാന്ദ്രതയിൽ പാടേണ്ട ഒരു ബ്യൂട്ടിഫുൾ പ്രെയർ ആണ്. തീർച്ചയായിട്ടും അതെ. മനുഷ്യൻ തീർത്തിട്ടുള്ള എല്ലാ മതിൽക്കെട്ടിനും അപ്പുറം, ജാതി മതം വർണ്ണം വിവേചനം എല്ലാത്തിനും അപ്പുറമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പാട്ടാണിത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് സെലക്ഷനാണ് എസ്തർ കുട്ടി ഇവിടെ പാടിയത്. ഞങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ആ വീഴുമ്പോഴുള്ള സംഗതി, താഴുമ്പോഴുള്ള സംഗതി ഒന്നുകൂടെ പാടി കേൾപ്പിക്കോ? പരീക്ഷണത്തിൻ വാമനത്തെ പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ. ഇമ്പോൾ വന്ന സംഗതി. അടുത്ത് താഴും ഇമ്പോൾ, അതെങ്ങനെയാ? ഹൃദയക്ഷതിയാൽ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ. സൂപ്പർ. അപ്പോ ഗ്ലൂം കുട്ടി മാറിയപ്പോൾ ഇമ്പോൾ കുട്ടിയായി പോയി. അത് സഭാഷാണ്. വെരി 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 നൈസ്. പിന്നെ ആനന്ദത്തിന് പാടിയില്ലേ? അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. ആ പിന്നെ അന്ധകാരത്തിന് പാടിയത് വലിയ കുഴപ്പമാണോ? അല്ല, ഒട്ടുമല്ല. അതും കലക്കി. അപ്പൊ എങ്ങനെയാണ് ആനന്ദത്തിൻ പാടുന്നത്? പിന്നെ അന്ധകാരം. ഇതാര്? ജാനകിയമ്മ പാടിയത് അതുപോലെ പാടിയാണ്. ഒപ്പിയെടുത്ത് ഒപ്പി. അതന്നെ. ഇനി ഗ്ലുമ്മ് വരുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനി ഗ്ലുമ്മ കഴിഞ്ഞു. ഗ്ലുമ്മിന്റെ ആ സമയം കഴിഞ്ഞു. ആ കാലഘട്ടം തെറിപ്പിച്ച് അല്ലേ? നിങ്ങൾ ഒത്തിരി ഇഷ്ടമായിട്ടോ. ഒത്തിരി 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 ഇഷ്ടമായി. അതുപോലെ തന്നെ മധുവങ്കളിനും ഒത്തിരി 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 ഇത്രയും ചെറിയ പ്രായത്തിൽ ഈ പാട്ട് ഇത്ര മെച്യൂരിറ്റിയോട് കൂടി പാടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവം. ഒരാളും പാടില്ല. അതെ, വളരെ വലിയ സംഭവമാണ്. ആ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് പോലും ആ ജാനകിയമ്മ എങ്ങനെ കൊടുത്തിരിക്കുന്നു അത് അങ്ങനെ തന്നെ ഇവിടെ പാടുകയാണ് ചെയ്യണത്. ഈ കുഞ്ഞു പ്രായത്തില് ഒരു അത്ഭുത ബാലികയാണ് നമ്മുടെ എസ്തർ കുട്ടി. ഇന്ന് ഗ്ലൂം കേൾക്കാത്ത ആരോട് അങ്കിളുടെ ഒരു സുഖമില്ല. അതൊരു വിഷമമല്ല, ഒരു സങ്കടം ഗ്ലൂമില്ലാത്തോണ്ട്. എനിക്ക് ഒരു സംഭവം കൂടി കേൾക്കണമെന്നുണ്ടായിരുന്നു. ആ കഥന നിവാരണ എങ്ങനെയാ? ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഫീലു. ഞാൻ പുതിയ പേരിടാൻ പോവാ. ഫീലു കറക്റ്റാ പേര് അല്ലേ? അത് രസം എന്താ അറിയോ? സാധാരണ എല്ലാരും മടി പിടിച്ചിങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങൾ പാടുമ്പോ മുഖത്ത് മാത്രമേ എക്സ്പ്രഷൻ വരുള്ളൂ. ഫുൾ ബോഡി യൂസ് ചെയ്തിട്ട് എസ്തർ പാടുന്നു. മുഴുവൻ ഇങ്ങനെ ഫുള്ളി ഇൻവോൾവ് ആണ് ആ പാട്ടില്. ഇമ്മേഴ്സ് ചെയ്തിട്ടാണ് എസ്തർ കുട്ടി മുഴുവൻ പാട്ട് പാടുന്നത്. അത് ഈ പ്രായത്തില് ഇങ്ങനെ പാടുക എന്ന് പറഞ്ഞാൽ ഹാറ്റ്സ് ഓഫ് എസ്തർ ബേബി. ഭയങ്കര രസം, ഭയങ്കര ഫീല്, ആ ഒരു ഇന്നസെൻസ് ഉണ്ട്, മെച്യൂരിറ്റിയും ഒരേ സമയം. വല്ലാത്ത കോമ്പിനേഷൻ അല്ലേ എം ജെ സർ? എല്ലാം കൂടെ ഒരുമിച്ച് ഒരു പാട്ടില് എസ്തർ ബേബി കൊണ്ടുവരാന്ന് പറഞ്ഞ. ഇനി മാർക്കാണല്ലോ വരാനുള്ളത്. അപ്പൊ പിന്നെ നമുക്ക് സർപ്രൈസ് പൊട്ടിക്കാലോ. പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാർക്ക് പറയാം അല്ലേ? ഇത്രേ സന്തോഷമായിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇനി ഒരു ഭീകര സന്തോഷവും കൂടി ഇവരുടെ ഫാമിലി ആയിട്ട് നമുക്ക് തരാൻ പോവാണ്. എന്താണ് എസ്തർ കുട്ടിയ സന്തോഷം? ഡാൻസ്.
അതൊരു ഫാമിലി ഡാൻസ്. ആണോ? ഞാനാണെങ്കിൽ കാണാൻ ഇങ്ങനെ വെയിറ്റ് ഓ, ചെയ്തിരിക്കുകയാണ്. അത് ശരി. എവിടെയാ നോക്കട്ടെ. അപ്പൊ ഞാൻ അവിടെ പോയി ഇരുന്ന് കാണാം നിങ്ങളുടെ ഡാൻസ്. ഞാൻ കുറെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു ചേച്ചിയുടെ ഫാമിലി ഡാൻസ് കാണാനായിട്ട്. ചെണ്ടയും പൂക്കുറും കുഴലും താളമയല്ലോ വളക്കിലക്കി തളക്കിലക്കി കിളിയാട്ടില്ലേ ഞങ്ങൾ കനക കതിർ മണി നീട്ടാൻ കാവൽ നിന്നില്ലേ കുമിര കുമിര കുടികൊട്ടിന തകിട തകിട തകതിത്തന തറ 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 ഇളക്കി തലയിളക്കി മുടിയാട്ടി ഉയിരിൻ ഉയിരെ പാടൂ നമ്മളെ നല്ലേ കതിരെല്ലാം കെട്ടണ് കെട്ടണ് കതിരെല്ലാം പട്ടണ പട്ടണ നിറ പറയറ നിറയട്ടെ തന്തിര തന്താരോ കതിരെല്ലാം കെട്ടണ് കെട്ടണ് കതിരെല്ലാം പട്ടണ പട്ടണ നിറ പറയറ നിറയട്ടെ തന്തിര തന്താരോ. സൂപ്പർ, അടിപൊളി, കലക്കി കലക്കി. എന്നാ റിതം, എന്നാ എനർജി, എന്നാ ഡാൻസ്, എന്നാ ഗ്രേസ്. സജീവേ ഇത് ഉള്ളിൽ ആരോ കയറിയ പോലെ ഉണ്ട്. അടിപൊളി. ചേട്ടനാണോ കൊറിയോഗ്രഫി? അതെ അതെ. അതുകൊണ്ടാ. ഓ, അപ്പൊ ഇത്രയും പവറുള്ള ഈ ഫാമിലിക്ക് നമ്മൾ എന്താ കൊടുക്കാൻ പോകുന്നത്? It is going to be 9 plus 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 100 on 100. സാക്ഷിയായി ഭാവുകൾ ചേച്ചി പൊറോട്ട ഉണ്ടോ? മധുരമഴ. ഒരൊട്ടങ്ങനെ ഒരു മധുരമഴ. വീഴമഴയേ മത്സയുടെ അടുത്ത ലൈവിന് നാഗച്ചേച്ചി കൊല്ലും നിങ്ങളെ. വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട്. ഈ ഫാമിലിക്കാണ് നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ. Congratulations. ആര്യ വിളിക്കേണ്ട എസ്തർ കുട്ടി? ആര്യ ചേച്ചി. പോരെ പോരെ. ആർക്ക് കൊടുക്കണം? ഇത് അച്ഛന് കൊടുക്കണം. 3 പേരും കൂടെ വാങ്ങിച്ചോ. പെർഫോമർ ഓഫ് ദ ഡേ എസ്തർ ബേബി ആൻഡ് ഫാമിലി. വെള്ളിവായിട്ട് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. അപ്പൊ 3 പേർക്കും താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ ബൈ. മധുങ്കളുടെ ഡാൻസ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? കാല് വയ്യ. അയ്യടാ. സജീവിന്റെ ഡാൻസ് കണ്ടിട്ട് എനിക്ക് പേടിയായിട്ട്. മധുങ്കൾ ഇനി വരാൻ പോകുന്നത് നമ്മുടെ റിയാൻ കുട്ടനാണേ. എപ്പോ വന്നാലും കലക്കുന്ന ആളാണ്. അപ്പൊ നമ്മളിപ്പോ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ ടോപ്പ് സിംഗർ വേദിയെ ഒരു തകർപ്പൻ പെർഫോമൻസുമായിട്ട് റിയാൻ കുട്ടൻ എത്താൻ ഞാൻ വിളിക്കാം റിയാൻ കുട്ടനെ. വിളിച്ചു വന്ന. അപ്പൊ അടുത്ത ഒരു കിടിലൻ പെർഫോമൻസിനായി വരുന്നു റിയാൻ കുട്ടൻ ഓൺ സ്റ്റേജ്. റോബോട്ടോ? അതാരാ? അവന് ഉറപ്പാ. ഇത്ര ഉറപ്പ് മധുസാറാന്ന്? ഇങ്ങനത്തെ മാക്രി സൗണ്ട് ഒക്കെ ചേട്ടനുണ്ടാകും. അതുകൊണ്ടാ. എന്തോ സാർ, എന്തോ റോബോട്ട്. റിയാൻ കുട്ട നല്ല കിടില ഷർട്ട് കേട്ടോ, നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട്, തെളിഞ്ഞു നിൽക്കുക. അറിയോ, എന്റെ നാട്ടിലെ ഒരു മേരി എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മ മേടിച്ചു തന്ന ഷർട്ടാ. ആണോ? ആ മുമ്മ കൊള്ളാലോ. നല്ല സെൻസ് ആണല്ലോ. നല്ല സെൻസ്, സെൻസിബിലിറ്റി. അതെ, അല്ലേ? സെൻസിറ്റിവിറ്റി. റിയാൻകുട്ടൻ എത്ര സുന്ദരനായിരുന്നു, ഒരു രക്ഷയില്ല. അങ്ങനത്തെ പാട്ടാ ഇപ്പൊ കിട്ടുന്നേ. അതുകൊണ്ടാണ് സുന്ദരം പാട്ട്. അതെ, മാത്രല്ല ഇന്ന് സെലിബ്രേഷൻ റൗണ്ടും കൂടെ അല്ലേ? അതെ അതെ. അപ്പൊ ഏത് പാട്ടാ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്? പിച്ചകപ്പൂം കാവുകൾക്കപ്പുറം. ഉഗ്രം പാട്ടാണല്ലോ, സെലിബ്രേഷന് പറ്റിയ പാട്ടാണല്ലോ. മധുസാറേ, ഓ ഞാന് സാറിന് കണ്ണൂരിലെ ഒരു മാമാനത്തമ്പലം അറിയോ? പിന്നെ അവിടെ ഞാൻ പോയിട്ടുണ്ടായി. ആണോ? ഞാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് പോണതാ. അവിടെ പോയിട്ടേ ഞാൻ നടയിലൊക്കെ ഇരുന്ന് പാടി 2-3 പാട്ടൊക്കെ പാടി. എന്നിട്ട് പുള്ളിക്കും കൊറേ ആൾക്കാരൊക്കെ വന്ന് എന്നെ പരിചയപ്പെട്ടു. പിന്നെ അവിടുത്തെ ഒരു ഉണ്ണികൃഷ്ണൻ അങ്കിളിനെ അറിയോ? ഉണ്ണികൃഷ്ണൻ അറിയാം, ചെണ്ട വായിക്കണേ. അതെ, അങ്കിള് തന്നെ പറഞ്ഞതാണ് മധുസാറിനോട് സ്റ്റേജിൽ പറയണേന്ന്. ആണോ? അന്വേഷണം അതാണ്. അവിടെ നാളെ ലാലേട്ടൻ പോയിരുന്നല്ലോ. അത് പറഞ്ഞു. അങ്കിള് പാട്ടുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, മാമാനത്തമ്പലത്തിന് വേണ്ടിട്ട്. ആണോ? മാമാനത്തമ്പലത്തിൽ മാണിക്യ മണ്ഡപത്തിൽ അങ്ങനെയൊക്കെ പാടുക പണ്ട്, ഒരു 20 വർഷമാവും. ഓ ശരി. പ്രദീപ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു ഫ്രണ്ടാണ് അത് പാടിയത്. അതൊക്കെ ഓർക്കാണ് റിയാൻ. എന്തായാലും അവിടെ പോയി നന്നായിട്ടോ, പാടിയല്ലോ. എല്ലാ അനുഗ്രഹം ഉണ്ടാട്ടെ. അതെ, അനുഗ്രഹം ഉണ്ടാവട്ടെ. പിന്നെ ഏത് പാട്ടാ ഇന്ന് പാടണേ?
പിച്ചകപ്പൂങ്കാവുകൾക്കും പറഞ്ഞു അപ്പുറം. അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞോ. സിനിമ നമ്പർ 20 മദ്രാസ് മെയിൽ. വർഷം 1990. ആ. പാടിയത് MG സാർ, മ്യൂസിക് ഔസേപ്പച്ചൻ സാർ, ലിറിസിസ്റ്റ് ഷിബു ചക്രവർത്തി സാർ. വെരി ഗുഡ്. ഞാൻ 2 ദിവസം മുമ്പും കൂടി ഈ ട്രെയിൻ കണ്ടതാ. ഞാൻ ഈ സിനിമ പാതി കണ്ടിട്ടുണ്ട്. ആണോ? മോഹൻലാൽ സാർ ടോണി അല്ലേ? അതെ. അതെ. ധോണിയല്ലേ? എന്നിട്ട് മമ്മൂക്കെ കാണും ട്രെയിനില്. ടോണി കുരിശിങ്കൽ ടോണിക്കുട്ട പാടുന്നത്. അപ്പൊ റിയാൻകുട്ടിനെ ഇന്ന് തകർക്കണം. ഓക്കെ, ഓക്കെ, Okay. സെലിബ്രേറ്റ് ചെയ്ത് പാടണേ. സെലിബ്രേറ്റ് ചെയ്യാം. Yes. യെസ്. ഓക്കെ, എന്നാ കൊച്ചു All the ഇവിടെ best, നിന്നോ. madam. ഓക്കെ, All the best. ഓൾ ദി ബെസ്റ്റ് റിയാൻകുട്ടാ. താങ്ക് യു ചേച്ചി. ഓക്കെ. പൂങ്കാവുകൾക്കുമപ്പുറം അവൻ അത്രയും മുരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ട് വിഞ്ചതം കടന്നിത്ര വേഗം എങ്ങുമാഞ്ഞുപോ. നീലനഭസിൽ മേഘപടത്തിൽ മേലെ നിന്നുടഞ്ഞു വീണു താഴികക്കുടം. പിച്ചക പൂങ്കാവുകൾക്കുമപ്പുറം അവൻ അത്രയും മുരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ട് വിഞ്ചതം കടന്നിത്ര വേഗം എങ്ങുമാഞ്ഞുപോ. ജിംഗ് ജക്ക് ജാക്ക് ജിംഗ് ജാക്ക് ജിംഗ് ജക്ക് ജാക്ക് ജിംഗ് ജാക്ക്. വീണുടഞ്ഞ താഴികക്കുടം ആരൊരുക്കി മാല തീർത്തുവോ. വീണുടഞ്ഞ താഴികക്കുടം ആരൊരുക്കി മാല തീർത്തുവോ. തീരങ്ങളിൽ തീർത്ത മൺകൂരയിൽ തീയൂതി പൂന്തന്നലോ ആടിതൻ കൈകളോ ആവണി പൈതലോ ആരു പൊന്നാലയിൽ തീർത്തു മിന്നും പതക്കങ്ങൾ. പിച്ചക പൂങ്കാവുകൾക്കുമപ്പുറം അവൻ അത്രയും മുരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ടു വിഞ്ചതം കടന്നിത്ര വേഗം എങ്ങുമാഞ്ഞുപോയി. ജിംഗ് ജക്ക് ജാക്ക് ജിംഗ് ജാക്ക് ജിംഗ് ജക്ക് ജാക്ക് ജിംഗ് ജാക്ക്. കോടമഞ്ഞിൻ കോടിയഴിഞ്ഞു താഴ്വരകൾ രാവിലുണർന്നു. കോടമഞ്ഞിൻ കോടിയഴിഞ്ഞു താഴ്വരകൾ രാവിലുണർന്നു. താരങ്ങളാം ദീപനാളങ്ങളിൽ ആറാടും മേലെ വാനിൻ പൂവാടിയിൽ വാരുണി തിങ്കളിൽ തോണിയിൽ വന്നവൾ ആരു പൊൻതാരകറാണിയോ. ജം 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 ജം. പിച്ചക പൂങ്കാവുകൾക്കുമപ്പുറം അവൻ അത്രയും മുരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ടു വിഞ്ചതം കടന്നിത്ര വേഗം എങ്ങുമാഞ്ഞുപോയി. നീലനഭസിൻ മേഘപടത്തിൽ മേലെ നിന്നുടഞ്ഞു വീണു താഴികക്കുടം. പിച്ചക പൂങ്കാവുകൾക്കുമപ്പുറം അവൻ അത്രയും മുരുകി വീണുപോയി. പിച്ചളക്കുണുക്കുമിട്ടു വിഞ്ചതം കടന്നിത്ര വേഗം എങ്ങുമാഞ്ഞുപോയി. Beautiful. Very nice. Chorus. I like it. രേങ്ങോട്ടൂസ് ഒരു രക്ഷയില്ല. താങ്ക് യു അതെ. സാർ. പൊളിച്ചടുക്കിയാണ്. അതെ അതെ അതെ. താങ്ക് യു സാർ. എന്റെ അമ്മേ, എന്റെ അമ്മച്ചി. എന്റെ അമ്മച്ചി, അമ്പോ. അമ്പു. ഇതൊക്കെ എങ്ങനെ രേങ്ങോട്ടാ? ഇത് എന്റെ മനസ്സിൽ നിന്ന് വന്നു. പിന്നെ ഗ്രൂമേഴ്സ് പഠിപ്പിച്ചു. ഈ പാട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെ അതെ അതെ. സത്യം. രേമലു, അതെ. ആ. ആ പാട്ട് തന്നെ ഡാൻസ് ചെയ്യുന്നു.
അതെ അതറിയാം കൂട്ടാ. ഒരു നിമിഷം ഞങ്ങൾ മൂന്നാളും അനങ്ങാതെ ഇരുന്നിട്ടില്ല. 3 പേരും അതെ ഡാൻസ്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരു തോന്നല്. അതെ. ഡാൻസ് ചെയ്യണമെന്ന് തുടക്കം തൊട്ടേ അങ്ങനെയാണ്. അതെ അതെ ജിങ്ക് ചക്ക് ചാ, ജിങ്ക് ചച്ച, ജിങ്ക് ചക്ക് ചാ, ജിങ്ക് ചച്ച. ഓ, ഒരു ചച്ച. അതെ സൂപ്പർ അതെ 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 അത് MJ സാർ കമ്പോസ് ചെയ്ത പാട്ടാണ്. എനിക്ക് ചക്ക നാക്കിയതിന്റെ അവസാനം ചിങ്ക് ചക്ക. അത് ഭയങ്കര വൈബായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. ഗംഭീരായിരുന്നു. പിന്നെ ഇത് പാടിയില്ലേ, മിന്നും പതക്കങ്ങൾ പാടിയില്ലേ, സൂപ്പർ ആയിരുന്നു. താങ്ക് യു സാർ. അനുപല്ലിയുടെ എൻഡ്. യെസ്, അതുപോലെ ചരണത്തിന്റെ എൻഡും. ചരണത്തിന്റെ ചം 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 ചം. യെസ് അതൊന്നുകൂടെ പാടിത്തരും അറിയാൻ കൂട്ടാ. ജം 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 ജം. ആറ് പൊൻ താരക റാണിയോ ജം 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 ജം. അപ്പൊ നമ്മളൊക്കെ ജമ്പ് ചെയ്ത് ഇത് എന്തുവാ പ്രിയങ്കൂട്ടാ? ഇത് പാട്ട്. അല്ല തുടങ്ങിയപ്പോ വാവ് എന്ന് പറഞ്ഞിട്ടല്ലേ തുടങ്ങിയത്. ഞങ്ങളിപ്പോ പറയാ വാവ്. അതെ വാവ്. വീണുടഞ്ഞ താഴിക്കുടം, അവിടെ നിന്നാണ് ഫ്ലൈറ്റ് അങ്ങോട്ട് ടേക്ക് ഓഫ് അതെ ചെയ്തത്. അതെ 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 അതെ. ഒരു രക്ഷയില്ല. ആണോ? അങ്ങ് എവിടെ എത്തിയെന്ന് അറിയാമോ? ആ താഴെക്കൂടം അങ്ങോട്ട് വീണ് താഴെ ഉടഞ്ഞപ്പോ മുതൽ അങ്ങോട്ട് കേറിയത്. പിന്നെ താഴെ ഇറങ്ങില്ല. നമ്മള് ഉടയുന്നൊക്കെ വിചാരിക്കുന്ന ഇടങ്ങളാണ്. അതെ. പക്ഷെ ഉടഞ്ഞില്ല മാത്രമല്ല, ഒരൊറ്റ പോക്കാണ്, റോക്കറ്റാണ്. താങ്ക് യു സാർ. പിന്നെ ആ ഋതത്തില് കറക്റ്റ് ആയിട്ട്, യെസ്, പ്രത്യേകിച്ചും ആ നമ്മളൊക്കെ പറയും നമ്മുടെ ഭാഷയില് സിങ്കപ്പേഷൻ എന്ന് പറയും. അതെ അതിനെപ്പറ്റി പിന്നെ റിയാൻകുട്ടൻ ക്ലാസ് എടുക്കാം കേട്ടോ. അപ്പൊ ആ സിങ്കപ്പേഷൻ കറക്റ്റ് ഋതത്തിൽ കറക്റ്റ് ആയിട്ട് കോൺടാക്സ് ആയിട്ട് വരുന്ന രീതി, അത് സഭാഷായിരുന്നു. അതെ താങ്ക് യു സാർ. അതെ. സഭാഷ് മാത്രമല്ല, സുഭാഷുമായിരുന്നു. പുതിയ വാക്കാത്. എനിക്കെന്താ ഓർമ്മ വന്നേന്നറിയോ? മഞ്ഞുമൽ ബോയ്സിലെ സുഭാഷ്. ഓ സുഭാഷേ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്താ അറിയോ? നീലനഭസിൻ. അല്ല ശബ്ദമില്ല. അതെ ശബ്ദമില്ല. അതെ അതെ അതെ. അയ്യോ. സോഫ്റ്റ് ആയിട്ട്. ഓ. ഇങ്ങനെ പാടിയില്ലേ? അതെങ്ങനെയാ അത്? നീലനഭസിൻ മേഘപടത്തിൻ മേലെ നിന്നുടഞ്ഞു വീണു താഴികക്കുടം. അതാ കണ്ട, ആ ഉടഞ്ഞു വീണു താഴിക കുടത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഡൈനാമിക്സ് ഉണ്ടോ? ഇത് റിയാൻകുട്ടനെ കൊണ്ട് മാത്രമേ പറ്റൂ. യെസ്, നല്ല കൺട്രോൾ വേണം അതൊക്കെ അതുപോലെ പാടാൻ വേണ്ടിട്ട്. ഇതൊക്കെ ആരാ പഠിപ്പിച്ചെന്നറിയോ? ആരാ? എന്റെ അച്ഛനും അമ്മയും. അവർക്കൊരു കയ്യടി എന്തായാലും അതെ കൊടുക്കേണ്ടതാണ്. ചേച്ചി ചേട്ടൻ ഞെട്ടി ആ കോംപ്ലിമെന്റ്. റിയാൻകുട്ടന്റെ പ്രോഗ്രസ് ഉണ്ടല്ലോ, അത് അതിഗംഭീരാണ് കേട്ടോ. താങ്ക് യു സാർ. അങ്ങളും ഒത്തിരി സന്തോഷം. താങ്ക് യു സാർ. ഓക്കെ. ഓക്കെ സാർ. റിയാൻകുട്ടാ, എന്തോ ചേച്ചി? എന്ത് രസമാടാ കേക്കാൻ. താങ്ക് യു ചേച്ചി. വോയിസിന് ഭയങ്കര ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ആ ഒരു ശബ്ദമൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഈ പാട്ടില്. MJ സാർ അത് പാടിപ്പിച്ചില്ലേ? മെല്ലെ 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 പാടിയിട്ട് പിന്നെ വീണുടഞ്ഞു താഴികക്കുടം വരുമ്പോഴത്തേക്ക് ഭയങ്കര രസമായിരുന്നു റിയാൻകുട്ട കേൾക്കാൻ വേണ്ടി. അടിപൊളിയായി പാടി. നല്ല വൈബ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുക. എനിക്ക് ഒത്തിരി 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 ഇഷ്ടപ്പെട്ടു റിയാൻകുട്ടാ. മിടുക്കനാണേ, മിടുക്കൻ. താങ്ക് യു ചേച്ചി. മിസ്റ്റർ റിയാൻ അല്ലേ? എന്തോ റോബോട്ട് സാറേ. അലക്കി എന്ന അടിപൊളിയായിരുന്നു. താങ്ക് യു സാർ. ഉഗ്രനായിരുന്നു. അത് ആ കറക്റ്റ് നേരത്തെ പറഞ്ഞ സിങ്ക്യുപ്പേഷൻ എന്ന് പറഞ്ഞില്ലേ, കറക്റ്റ് നല്ല താളം, നല്ല കറക്റ്റ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് പാടി. നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് എഴുന്നേറ്റ് തുള്ളണോ എന്താ, ആകെ ഒരു പരവേശം. ഡാൻസ് കളിക്കാനായിട്ടുള്ള ഒരു അപ്പൊ അങ്ങനെ ഒരു ഫീൽ നമ്മുടെ ഉള്ളിലുണ്ടാക്കി. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒന്ന് പാടിയത് റിയാൻകുട്ടാ. താങ്ക് യു സാർ. ഈ പാട്ടില് റിയാൻകുട്ടൻ ആവണിക്കുട്ടിയുടെ പേര് പറഞ്ഞല്ലോ. ആവണി പൈതലോ. അതുകൊണ്ടാ കേൾക്കാൻ വന്നത്. പാട്ട് കേൾക്കാൻ വന്നതുമാണ്, പക്ഷെ പ്രൊഫൈൽ ഉള്ളത് കൊണ്ടും വന്നതാണ്. ഒന്ന് കാണാൻ വേണ്ടി രണ്ടും കൂടെ. സാറേ, ഓ ഒരു കാര്യം പറയട്ടെ? 2 കാര്യം പറഞ്ഞു. ഒരു പാട്ടേ ഞാൻ ട്യൂൺ ചെയ്തു. എന്നിട്ടോ എന്ത് കേൾക്കണല്ലോ. അത് ഒരു കാക്കക്കുട്ടിയുടെ പാട്ട്. ബിനുചേട്ടനില്ലേ, കായമ്പൂല്ലേ, ബിനുചേട്ടൻ ലിറിക്സ് എഴുതി ഞാൻ ട്യൂൺ ചെയ്തു. എനിക്ക് വയ്യ. ഒരു ഗാനരചയിതാവും പിന്നെ സംഗീത സംവിധായകൻ. പാടട്ടെ? പാടിക്കാം. അക്കരമാവിൻ കൊമ്പിൽ കാക്കക്കുട്ടി
അക്കരമാവിൻ കൊമ്പിൽ കാക്കക്കുട്ടി പറന്നു പോകാൻ പരിശ്രമിക്കുന്നു. അക്കരമാവിൻ കൊമ്പിൽ കാക്കക്കുട്ടി പറന്നു പോകാൻ പരിശ്രമിക്കുന്നു. കാക്കക്കുട്ടി 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 അക്കരമാവിൻ കൊമ്പിൽ കാക്കക്കുട്ടി പറന്നു പോകാൻ പരിശ്രമിക്കുന്നു. പറന്നു പോകാൻ പരിശ്രമിക്കുന്നു. പറന്നു പോകാൻ പരിശ്രമിക്കുന്നു. കാക്കക്കുട്ടി കാക്കക്കുട്ടി കാക്കക്കുട്ടി. അയ്യോ, പക്ഷെ നല്ല രസമില്ലേ? ഭയങ്കര രസമുള്ള ഒരു നല്ല കേട്ടാ. രസമുണ്ട്. It's ഈ beautiful. കാർട്ടൂണിലൊക്കെ കേൾക്കുന്ന പോലത്തെ പാട്ട്. ആ അതെ 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 അതെ. പക്ഷെ അത് പറന്നു പോവാ ആ കാത്തിരിക്കാൻ പരിശ്രമിക്കുന്നത് പറന്നു ശരിക്കും പോവാൻ പരിശ്രമിക്കുന്നു. ശരിക്കും പരിശ്രമിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നില്ല അവന്റെ ആ ട്യൂണില്. എനിക്ക് അടുത്തും കൂടെ കേട്ടാ പറ്റും. എനിക്ക് അനുപല്ലവയും കൂടെ ആ, ഒന്ന് അതെങ്ങനെ? പാടിത്തരോ അനുപല്ലവി എങ്ങനെ? പാടിത്തരോ? കാക്ക വീണു കാക്ക വീണു എഴുന്നേറ്റു പറന്നു പോകാൻ പരിശ്രമിച്ചു. കാക്കക്കുട്ടി 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 അക്കരമാവിൻ കൊമ്പിൽ കാക്കക്കുട്ടി പറന്നു പോകാൻ പരിശ്രമിക്കുന്നു. അക്കരമാവിൻ കൊമ്പിൽ കാക്കക്കുട്ടി പറന്നു പോകാൻ പരിശ്രമിക്കുന്നു. പാട്ട് ഹിറ്റ്. പാട്ട് ഹിറ്റ്. കിടിലൻ പാട്ട് രേവുടാ. എന്റെ അടിപൊളി. അനിയനൊക്കെ കേൾപ്പിച്ചു കൊടുത്ത എന്തായാലും അയ്യോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് കുട്ടിപ്പാട്ടല്ല, ഇതൊരു വലിയ പാട്ടാണ്. അതെ അപ്പൊ ഇത് രസാ. ഇത് ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ട് ഇനി ഒരിക്കൽ ഇവിടെ പാടണം അതെ അതെ കേട്ടോ. കേട്ടോ. ഇപ്പൊ തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ടോപ്പ് ബാൻഡ്. ഇനി അത് വിശദമായിട്ട് ഇൻട്രോ ഒക്കെ ഇട്ട് BG ഒക്കെ ഇട്ട് ഓ, അവരങ്ങ് ഒരു അവസരം കിട്ടിയപ്പോഴത്തേക്ക് ഞൊടിയിടയിൽ അർമാദിച്ചു. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ബിനുകുട്ടനോട് പറയണേ, ആ പറയാം സാർ. ഒരു നല്ലൊരു കഴി കൊടുക്കല്ലേ നമുക്ക്? യെസ് രണ്ടുപേർക്കും. താങ്ക് യു സാർ. ബിനുകുട്ടനും ഞങ്ങള് ശരിക്കും ഇതൊരു കളിയുടെ ഒരു ഭാഗമായിരുന്നു, പക്ഷെ ഇത് അവസാനം കഥയായി മാറി. സീരിയസ് ആയി. മാർക്ക് അറിയാം കൂട്ടന്റെ. അറിയാം. ഓക്കെ, എത്ര ആയിരിക്കും മാർക്ക്? ഒരു 99.25. എന്നോട് മതിയോ? അങ്ങനെ പറഞ്ഞേ. എന്നാ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ പറഞ്ഞോ. തരട്ടെ? ആ തരാൻ പോണേ, തന്നോളൂ. ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പൊ തരും ആ ഇപ്പൊ തരും. ഇപ്പൊ പോന്നു. റിയാങ്കുട്ടൻ എന്തോ റിയാങ്കുട്ടന് ഇന്ന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 99.5 ഔട്ട് ഓഫ് 100. താങ്ക് യു സാർ. കറക്റ്റ് ഗസ് ആണല്ലേ. അതെ ഗസ് അവൻ ഞാൻ അതിന് മുന്നേ ചോദിച്ചപ്പോഴേ എന്റെ ആ, അടുത്ത് പറഞ്ഞു. ഇതിനു മുമ്പ് ഒരിക്കൽ ഉണ്ടായിട്ടുണ്ടല്ലോ. ആ, അറിയാൻ കൂടെ ഇങ്ങനെ ആ. എപ്പോഴും കറക്റ്റ്. എന്നിട്ട് Yes, എന്റെ അടുത്ത് yes. പറഞ്ഞു സ്വയം പൊക്കി പറയുന്നത് മോശമാണല്ലോ എന്ന്. അപ്പൊ മനസ്സിലായില്ല, നമ്മള് പൊക്കിയത് കുറഞ്ഞു പോയടാ അറിയാന്. കേട്ടോ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. സുഭാഷ് ഗുഡ് നൈറ്റ്. ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. അക്കരമാവിൻ കൊമ്പിൽ കാക്കക്കുട്ടി പറന്നു പോകാൻ പരിശ്രമിക്കുന്നു. MJ അങ്കിൾ, യെസ്. ഇനി വരാൻ പോകുന്നത് ആരാന്നറിയാവോ? ഒത്തിരി ഫാൻ ബേസ് ഉള്ള ഒരാളാ വരാൻ പോകുന്നത്. എന്റെ ഇവിടുത്തെ ഒരു ഭയങ്കര ഒരു മിണ്ടാപ്പൂച്ചയാണ്, നമ്മുടെ ശിവഗാമി കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം ശിവഗാമി കുട്ടി ഓൺ സ്റ്റേജ്. ഹായ്. ഇത് കണ്ടോ, നല്ല രസത്തിന് കാണാൻ. അതെ അതെ അതെ. ഇതാരാ ഇങ്ങനെ ആക്കി തന്നെ? മുടി വെട്ടിയോ? ഇല്ല, അതങ്ങനെ കെട്ടിയതാന്ന് ഇങ്ങനെ അങ്ങനെ കെട്ടിയിട്ടാ? വെച്ചതാ. കൊമ്പ് കെട്ടിയിട്ട് അങ്ങനെ തോന്നുന്ന നമുക്ക്. കുഞ്ഞേ എന്തോ എന്ത് പറയുന്നു? സുഖാണോന്ന്? സുഖം. സുഖമാണ്. കഴിഞ്ഞ ദിവസം അക്കുത്തിക്കത്ത് പാടിയില്ലേ? ആ. അത് കഴിഞ്ഞിട്ട് ഒരു ആണ്ടി ഉണ്ടേ. ഉം. ആ ആണ്ടിയുടെ പേര് ബിന്ദു കെ ഷെണ എന്നാണ്. എൻ്റെ ഒരു സുഹൃത്താണ്, ഒരു ബ്രില്യൻറ്റ് വയലിനിസ്റ്റ് ആണ്. ഒരുപാട് പറഞ്ഞു ശിവകാമി കുഞ്ഞിനെ പറ്റി. അസാധ്യമായിട്ട് പാടുന്നു, വലിയ ആളാവോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കേട്ടപ്പോൾ അങ്കിളിന് ഒത്തിരി സന്തോഷമായി. അപ്പൊ ഇന്ന് വിശേഷം എന്താണ്? ഇന്ന് വലുതായിട്ടൊന്നുമില്ല. ആ പാട്ട് വിശേഷം ചോദിച്ചത്. ഇന്ന് ഞാനൊരു റെട്രോ റൗണ്ടാണ് പാടാൻ പോകുന്നത്. ആഹാ. എനിക്ക് ഇഷ്ടമാണ് ഈ പാട്ട്, ഭയങ്കര ഇഷ്ടമാണ്. എന്താ അങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണം? കേൾക്കാൻ നല്ല സുഖം. ഓ അത് ശരി. ഓക്കെ ഓക്കെ. നല്ല സുഖ. ഏത് പാട്ടാ? ഏത് പാട്ടാന്ന് പറഞ്ഞില്ലല്ലോ. കരളിൽ വിരിഞ്ഞ റോജ. ആഹാ, ആ വെറുതെ അല്ല, ഞാൻ ഇതുവരെയും ഒരു റിയാലിറ്റി ഷോയിലും ഇത് പാടി കേട്ടിട്ടില്ല. ഞാനും അതെ. ഇതുവരെ കേട്ടിട്ടില്ല. ഇറ്റ്സ് എ വെരി വെരി ബ്യൂട്ടിഫുൾ സോങ്. താങ്ക് യു. ഇത് ഞാൻ കേൾക്കണം, ഇവിടെ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന പാട്ടുകളിൽ ഒന്നാണ് തീർച്ചയായിട്ടും. യൂസഫ് അലി കേച്ചേരി സർ, ബാബുക്ക, ജാനകിയമ്മ. കറക്റ്റ്. യെസ്. സിനിമ ഏതാണ്?
സിനിമ ഖദീജ, വർഷം 1967. ഇതിൽ തന്നെയാണ് സുറുമ എഴുതിയ മിഴികളെ എന്നുള്ളത്. ആഹാ. പാട്ട് ഈ പാട്ടും ഉഗ്രം. അതുപോലെ ഒരു ലെജൻഡറി സോങ് ആണ്. അത് പാടാൻ അത്ര ഈസി അല്ല, പക്ഷെ നമ്മുടെ കുഞ്ഞിന് അത് പറ്റും. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. Yes. നന്നായിട്ട് പാടണേ. ഓൾ ദ All the ബെസ്റ്റ്. best. താങ്ക് യു. വെരി ഗുഡ്, വെരി ഗുഡ്. അതിമനോഹരം. അതാണ് ഈ പറയാനുള്ളത്. ഒരാള് ഇരിക്കണോ? ഈ ആബ്സല്യൂട്ട് മ്യൂസിക്കിന്റെ മുമ്പിൽ ഒന്നുമല്ല. പലപ്പോഴും സീറോ ആണെന്ന് തോന്നും. സംഗീതം ഇൻ ഫുൾനെസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊന്നുമല്ല, സീറോ. ഈ കുഞ്ഞിന്റെ ഉള്ളിൽ എത്ര അധികം ടാലന്റ് നിറച്ചു വച്ചിരിക്കുന്നു അവിടുന്ന്. God is great. Yes. നിറഞ്ഞു പോകുമ്പോഴത്തേക്കും നമുക്ക് വാക്കുകൾ വരില്ല. പിന്നെ സ്പിൽ ഓവർ ആവുന്നത് മാത്രമാണ് വാക്കുകളായിട്ട് വെളിയിലോട്ട് വരും. എനിക്ക് എത്ര അധികം ഇഷ്ടമാണ് എൻ്റെ ഈ കുഞ്ഞുമകളെ. ആഹാ, ഈ പാട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേൾക്കണം എന്ന് ആഗ്രഹിച്ചത് പലപ്പോഴും എൻ്റെ രാത്രി പാട്ടുകളിൽ ഒന്ന്. വർഷങ്ങളായിട്ട് ജാനകി അമ്മയുടെ ശബ്ദം എന്നെ തഴുകി ഉറക്കിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ് അത്. നോ വേർഡ്സ്. ഇടയിൽ വരുന്ന ഒന്ന് രണ്ട് ചെറിയ 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 പ്രശ്നങ്ങൾ
അതൊക്കെ അതിൻ്റെ പിന്നാമ്പുറങ്ങളാണ്. അതൊന്നും കാണേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എങ്ങനെ ഈ കുഞ്ഞിന് ഇങ്ങനെ പാടാൻ പറ്റുന്നു? അതൊരു വലിയൊരു അത്ഭുതം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞു പോവുകയാണ്. ഞാനിവിടെ ഇരിക്കുന്നതിൽ എനിക്ക് സത്യസന്ധതയുണ്ടെങ്കിൽ ഇത് പറയണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഓരോ രീതിയിൽ പ്രോഗ്രസ് ചെയ്ത് വരുന്ന കാണുമ്പോൾ പല രീതിയിൽ പല പുഴകളായി ഒഴുകി അവസാനം സംഗീതത്തിൻ്റെ ഒരു കടലിലേക്ക് എത്തുമ്പോൾ എന്ന് കരുതുമ്പോൾ ഓരോ കുഞ്ഞുങ്ങൾ അവർ തന്നെ കടലായിട്ട് മാറുന്നു എന്ന് വരുന്ന രീതിയാണ്. അത് ശിവകാമി കുഞ്ഞിന് ഇനി ഫ്യൂച്ചറിൽ ഒരു വലിയൊരു സംഗീതത്തിൻ്റെ കടലാവാൻ സാധിക്കും. തീർച്ചയായിട്ടും അതിൻ്റെ തുടക്കമാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഭാഗ്യവാനാണ്. കുഞ്ഞിൻ്റെ പാട്ട് കേൾക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ്. ആരോമൽ ഇനി ഉറങ്ങൂ എന്ന് പാടിയില്ലേ, ആഹാ, ആ ഒരു ലൈൻ മാത്രം മതി. ചരണത്തില് ലാസ്റ്റ് ചരണം അതൊരു മാസ്റ്ററിയാണ് അത് പാടിയിരിക്കുന്നത്. പെർഫെക്റ്റ്, നിയർ പെർഫെക്റ്റ് അല്ല, പെർഫെക്റ്റ് ആണ്. അത് വേറെ ആരെങ്കിലും കൊണ്ട് കഴിയുമോ എന്നുള്ളതല്ല, ഈ കുഞ്ഞിന് കഴിയുന്നു എന്നുള്ളതാണ്. ഈ പ്രായത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ നമ്മുടെ ശിവകാമി കുഞ്ഞിന് വേണ്ടി എപ്പോഴും അങ്കിൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു അല്ലലും ഇല്ലാതെ എൻ്റെ കുഞ്ഞിന് പാടാൻ പറ്റണം, നമ്മുടെ കുഞ്ഞിന് പാടാൻ പറ്റണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ആണ് എനിക്ക് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ വന്നിട്ട് ഈ ഒരു പാട്ടെന്ന് പറയുന്നത്. എൻ്റെ ഹൃദയം നിറയുന്നതിനുള്ള അതെനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല വാക്കുകളിലൂടെ. താങ്ക് യു മോളെ. ശിവകാമിക്കുട്ടി, നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കണില്ലേ, ഇവിടെ ഉള്ള എല്ലാവരും ഭാവിയിലുള്ള ഒരു തിരക്കുള്ള എല്ലാവരും കേൾക്കാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു ശബ്ദത്തിൻ്റെ ഉടമയായിട്ടുള്ള പ്രശസ്തയായിട്ടുള്ള ഒരു ഗായികയുടെ മുമ്പിൽ ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത്. ഈ പാട്ട് എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞു പ്രായത്തിൽ ഇത്രയും മെച്യൂരിറ്റിയോട് കൂടി ഈസി ആയിട്ട് ഇങ്ങനെ പാടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശിവകാമിക്കുട്ടി നിസ്സാരക്കാരിയായിട്ടുള്ളൊരു പാട്ടുകാരിയല്ല. ദൈവത്തിൻ്റെ ഒരു വലിയൊരു വരദാനമാണ്. ശിവകാമിക്കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും കിട്ടിയ വലിയ വരദാനമാണ് ശിവകാമിക്കുട്ടി. ഞങ്ങൾക്കും ഇനി ഭാവിയിലുള്ള എല്ലാ സംഗീത ആസ്വാദകർക്കും കിട്ടിയിട്ടുള്ളൊരു വരദാനം കൂടി ആവും. പാട്ടിനെ അങ്ങനെ ഡാമേജ് ചെയ്യുന്ന അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വലിയ സിംഗേഴ്സ് പോലും ഇത് പെർഫെക്റ്റ് ആയിട്ട് മോള് ഇത്രയും പാടിയ പെർഫെക്ഷനിൽ പാടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എവിടെയെങ്കിലുമൊക്കെ പാളി പോവാൻ ചാൻസ് ഉള്ള ചില പ്രയോഗങ്ങൾ ഈ പാട്ടിലുണ്ട്. അതൊക്കെ വളരെ പെർഫെക്ഷനോട് കൂടി പാടി. അത് അടുത്ത വർഷമാകുമ്പോഴത്തേക്കും ഈ പാട്ട് ഇറങ്ങിയിട്ട് 60 വർഷമാവും. 60 വർഷം മുമ്പേ ഉള്ള ഒരു പാട്ടാണ് നമ്മുടെ കുഞ്ഞ്. അത് നമുക്ക് പറയാൻ പറ്റാത്തതാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതാണ് അത്ഭുതം എന്ന് പറയുന്നത്, അതാണ് ടാലന്റ് എന്ന് പറയുന്നത്, അതാണ് നിറവ് എന്ന് പറയുന്നത്, അല്ലേ ക്യാപ്റ്റൻ? അത് മാത്രമല്ല, അത് അവൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഈ പറയുന്നതും ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല, പക്ഷെ അവളാ പാടുന്നത് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ എത്തുകയാണ്. ഇപ്പൊ നമുക്ക് സ്റ്റുഡിയോ സൈലന്റ് ആണ്, ആരും സംസാരിക്കുന്നില്ല ഇവിടെ. നമ്മൾ അറിയാതെ ഇങ്ങനെ ലയിച്ചിരിക്കുക അതിൻ്റെ ഉള്ളിൽ. പാട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് കഴിഞ്ഞു പോയോ എന്ന് ആലോചിച്ചിട്ടേ സങ്കടം വരിക, മതിയാവുന്നില്ല. ആ ശബ്ദം ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ നിൽക്കുക. എല്ലാവർക്കും അതെ, എല്ലാവർക്കും ഇവിടെ വായിച്ച എല്ലാവർക്കും, ഇവിടെ ഈ മുന്നിലിരിക്കുന്ന എല്ലാവർക്കും അതേ ഒരു അനുഭവമാണ് ശിവകാമിക്കുട്ടി തന്നത്. അത് ചെറിയ കാര്യമല്ല കേട്ടോ. എനിക്കറിയില്ല പൊന്ന് എത്രത്തോളം ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്നറിയില്ല. യു ആർ ദാറ്റ് ടാലന്റഡ്. 100 മാർക്കേ തരാനുള്ളൂ. 100 തരാനുള്ളൂ. അത് കുറവാണ്. അതിൻ്റെ കൂടെ ഒരു
മഴ കൂടെ പെയ്യാൻ പോവാണ്. യു ആർ അവാർഡഡ് 100 out of 100. പോരട്ടെ ഒരു മധുരമഴ. ചേച്ചിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളൊരു പാട്ടൊക്കെ പാടി കഴിഞ്ഞിട്ട് കമന്റ്സ് പറയുമ്പോൾ നിങ്ങൾ മൂന്നാളിങ്ങനെ ഒന്നും പറയാതെ ബ്ലെസ് ചെയ്ത് മാത്രം വിടുന്നത്. അപ്പൊ എനിക്കും അതൊരു പുതിയ അനുഭവമാണ്. ചേച്ചിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. Okay. അത് മാത്രല്ല നമ്മുടെ ശിവഗാമി കുട്ടിയാണ് ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ. കൊടുക്കാം നമുക്ക്. ആര് വരണം ശിവഗാമി കുട്ടിക്ക്? മധുങ്ങളല്ലേ? ആ ശിവകാമക്കുട്ടി. ശിവകാമക്കുട്ടിയുടെ പല്ലുകൾ മുത്തുപോലെ തിളങ്ങുന്നുണ്ടല്ലോ. ശിവഗാമി കുട്ടിക്ക് വലിയ വൈറ്റിനൊരു ഗിഫ്റ്റ് ഹാമ്പർ. God bless. Okay? മിടുക്കിയ. See you. Thank you, മധു uncle. ഒന്ന് താങ്ക് യു വേണ്ടേ? ശിവഗാമി ബേബി. ഒന്ന് വേണ്ടേ മധു uncle? എങ്ങോട്ടാ? Thank you so എങ്ങോട്ടാ? much. എങ്ങോട്ടാ? മച്ചേട്ടാ മിൽക്കി ബാർ ചൂ. മിൽക്കി ബാർ. മിൽക്കി ബാർ തീർന്നു തോന്നുന്നു. ഇതെന്റെയാണേ. എന്നാ സ്നിക്കേഴ്സ്. അപ്പൊ ഇന്നത്തെ അടിപൊളി പാട്ടുകളും പെർഫോമൻസുകളും ഒക്കെ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ്. പക്ഷെ ആരും വിഷമിക്കണ്ട, നമ്മൾ നാളെ വീണ്ടും ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള എപ്പിസോഡുമായിട്ട് കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.